നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കി നോക്കാം. മസാല ചപ്പാത്തി. ഇത് ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ ടൈം തന്നെ എടുക്കുള്ളൂ, പക്ഷേ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഒരേ തരത്തിൽ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ച് മടുക്കുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാം. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. Please subscribe this channel and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഗോതമ്പ് പൊടി 1.5 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, കസൂരി മേത്തി 1 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, പാല് 1/2 കപ്പ്, വെള്ളം ആവശ്യത്തിന്, എണ്ണ 1 ടീസ്പൂൺ. ഇനി ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത്. ഇതിൽ 8 മീഡിയം സൈസ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കസൂരി മെത്തി ചേർത്ത് കൊടുക്കാം, ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന മസാലകൾ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ അനുസരിച്ച് അളവ് മാറ്റിയെടുക്കാം. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ കുറച്ച് കൂടി നിൽക്കുന്നത് ഇഷ്ടമായിരിക്കും, അപ്പോൾ അങ്ങനെ ചേർക്കുക. ഇനി ഇതിൽ 1/2 കപ്പ് പാലൊഴിച്ച് കുഴച്ചെടുക്കാം. ഇത് ഇളം ചൂടുള്ള പാലാണ്. ഒന്നിച്ചൊഴിച്ച് കുഴച്ചെടുക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കുക. ഇതുകൊണ്ട് ഫുള്ള് കുഴച്ചെടുക്കാൻ പറ്റില്ല, ബാക്കി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അത് ഓരോ മാവിനനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഒരു മീഡിയം സൈസ് ഉരുളകളാക്കി എടുത്താൽ മതി. വലിയ ഉരുളകളാക്കിയാൽ ചപ്പാത്തിക്ക് കട്ടി കൂടിപ്പോവും, അപ്പം നേരെ വെന്ത് കിട്ടില്ല. ചെറിയ ഉരുളയും ആക്കണ്ട, അപ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. നമ്മൾ പരത്തി എടുക്കുമ്പോൾ കുറച്ച് കട്ടിയും തീരെ നൈസായിട്ട് പരത്തി എടുക്കരുത്. ഇപ്പം ഞാൻ എല്ലാം ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാവിൽ മുക്കി പരത്തിയെടുക്കാം. മാവിൽ മുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള മാവ് മാത്രം മുക്കിയാൽ മതി. കൂടുതൽ മാവ് ഇരുന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ ചുട്ടെടുക്കുമ്പോൾ. അപ്പോൾ എപ്പോഴും പരത്തിയതിന് ശേഷം ആവശ്യമില്ലാത്ത മാവ് തട്ടിക്കളയുക. പരത്തിയെടുക്കുമ്പോൾ എല്ലാ വശവും ഒരേ കട്ടിക്ക് പരത്തിയെടുക്കാൻ നോക്കുക. ഇതേപോലെ തിരിച്ചിട്ടിട്ട് പരത്തിയെടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് റൗണ്ടായിട്ടൊന്നും വരുന്നില്ല, എന്നാലും സാരമില്ല. ഇപ്പം ഞാൻ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം പരത്തിയെടുക്കുക. പരത്തി ഇങ്ങനെ കുറേ നേരം വയ്ക്കാൻ പാടില്ല, അപ്പം തന്നെ ചുട്ടെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ ചപ്പാത്തി വരണ്ടു പോവും. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. എപ്പോഴും തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചപ്പാത്തി ചുട്ടെടുക്കാൻ, ഇല്ലെങ്കിൽ താഴെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ചപ്പാത്തി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങും. അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയ ചെറിയ ബബിൾസ്. ഇനി നമുക്കിതിലോട്ട് എണ്ണ തൊട്ട് വയ്ക്കാം. എണ്ണ ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് വെച്ചാൽ മതി. ചിലർ നെയ്യ് വയ്ക്കും, നെയ്യ് വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇനി മറിച്ചിട്ടിട്ട് ഒന്നുകൂടി അവിടെയും കൂടി എണ്ണ വയ്ക്കുക. ഇനി ഒരു തുണി വെച്ചിട്ടോ ഒരു പേപ്പർ വെച്ചിട്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് കിച്ചൺ ടിഷ്യൂ പേപ്പറാണ്, അത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബബിൾസ് നല്ലപോലെ പൊങ്ങി വരും. ഇനി മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബ്രൗൺ ഷെയ്ഡ് വന്നു തുടങ്ങി. ചപ്പാത്തി വെന്ത് കഴിഞ്ഞു. അതായത് ഏകദേശം 40 സെക്കൻഡ്സ് എടുക്കുള്ളൂ ഒരു ചപ്പാത്തി വെന്ത് കിട്ടാൻ. ഇതുപോലെ ബാക്കി ചപ്പാത്തിയും ചെയ്തെടുക്കുക. ഞാൻ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്.
ഇതിപ്പോൾ നല്ല സോഫ്റ്റാണ്. അതുപോലെ മഞ്ഞയിൽ പച്ച സ്പോട്ട് കാണാം, അത് കസൂരി മെത്തിയുടെ ആണ്. നല്ല കാണാനും നല്ല ഭംഗിയാണ്. അതിനൊരു പ്രത്യേക സ്മെല്ലും വരുന്നുണ്ട് ഈ മസാലകളുടെ. ഞാനിതിന് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഒണിയൻ ടൊമാറ്റോ റോസ്റ്റാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് രണ്ടും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.